ബാംഗ്ലൂർ നോൺ വെജ് ഫുഡ് നിരോധിച്ചു. ഇങ്ങനെ വാർത്തകൾ ആരെയും കേട്ടിരുന്നു? ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയോ? അറിയാത്തവർക്ക് പറഞ്ഞുതരാം. അതായത് 26 ദിവസത്തേക്ക് ബാംഗ്ലൂർ ഒരു തരത്തിലുള്ള നോൺ വെജ് ഫുഡും കഴിക്കാൻ പാടില്ല. ഇനി ബാംഗ്ലൂർ മൊത്തത്തിൽ എങ്ങനെയാണോ വെച്ചാൽ അല്ലട്ടോ. ബാംഗ്ലൂർ ഫെബ്രുവരി 10 മുതൽ 14 വരെ ഒരു എയർ ഷോ വരുന്നുണ്ട്. അത് വരുന്ന സ്ഥലം നമ്മുടെ ഏലങ്ക എയർഫോഴ്സ് സ്റ്റേഷൻ ഉണ്ട്. അവിടെയാണ് ഈ എയർ ഷോ നടത്തുന്നത്. അപ്പം ഇതിന്റെ സറൗണ്ടിങ് ഏരിയയിൽ ഒരു 13 കിലോമീറ്റർ റേഡിയസിൽ മീറ്റ്, ഒരു തരത്തിലുള്ള മീറ്റും, അത് ചിക്കൻ ആയിക്കോട്ടെ, ഫിഷ് ആയിക്കോട്ടെ, മറ്റ് നിങ്ങൾ ഏത് മീറ്റ് യൂസ് ചെയ്യുന്ന ആളുകളാണ് വേണ്ടില്ല, ഈ സ്ഥലത്ത് 13 കിലോമീറ്റർ റേഡിയസിൽ ഇത് കഴിക്കാനും പാടില്ല, ഇത് വിൽക്കാനും പാടില്ല, ആ വഴിക്കൊന്ന് കൊണ്ടുപോകാണ്ടിരിക്കാനും കൂടെ നോക്കണം. ഇതിനുള്ള കാരണം എന്താ വെച്ചാൽ കുറേ പേര് താഴത്ത് വന്നിട്ട് പല പല കമൻറ്റുകൾ ഇട്ട് ഇതെന്ത് തീരുമാനമാണ്, ഇങ്ങനെയൊക്കെയാണോ ഒരു എയർ ഷോ നടത്തുന്നതിന് എന്താ നിങ്ങൾക്ക് കുഴപ്പമെന്നൊക്കെ ചോദിച്ചിട്ട്. ഇതിൻ്റെ കുഴപ്പം എന്ന് പറയുന്നത് എയർ ഷോ ഒക്കെ നടത്തുന്ന സമയത്ത് ഒരുപാട് ഫ്ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിരുപ്പാറും ഒക്കെ പോകേണ്ട നമുക്കറിയാം. അപ്പം ഇങ്ങനെ സമയത്ത് ഈ പക്ഷികൾ അവിടെ വരാൻ പാടില്ല. അപ്പം ഒരു 26 ദിവസത്തോളം ഗ്യാപ്പിൽ അവിടെ പക്ഷികൾ വരാണ്ടിരിക്കണമെങ്കിൽ ഇതിൻ്റെ മീറ്റിൻ്റെ ഒക്കെ സ്മെല്ലുണ്ടല്ലോ, ചിക്കൻ്റെയും മീനിൻ്റെയും ഒക്കെ സ്മെല്ല് വന്ന് പക്ഷികൾ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിലാണ് ഈ 26 ദിവസത്തേക്ക് അവിടെ ഇതെല്ലാം ബാൻ ചെയ്തത്. അല്ലാണ്ട് ഇതിൽ വേറെ ഒരു ഹിഡൻ അജണ്ടകളും ഇല്ല. പലരും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ എയർഫോഴ്സ് ഇന്ത്യ എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ്. ജനുവരി 26 മുതൽ ഫെബ്രുവരി 10 വരെ ആ ഭാഗത്ത് നിങ്ങൾ നോൺ വെജ് യൂസ് ചെയ്യാനും വിൽക്കാനും വാങ്ങാനും തിന്നാനും പറ്റില്ല.